ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. 2026 ഫെബ്രുവരി 15 കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ T20 ലോകകപ്പ് പോരാട്ടം ഇന്ത്യയുടെ നീലപ്പടയുടെ അപ്രമാദിത്വം വിളിച്ചോതുന്ന ഒന്നായിരുന്നു. ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ മഹാപോരാട്ടത്തിൽ 61 റൺസിനാണ് ഇന്ത്യ പാകിസ്ഥാനെ തകർത്തുവിട്ടത്. നോക്കാം. മാച്ചിൻ്റെ തുടക്കത്തിൽ ആദ്യം ഇന്ത്യ ബാറ്റിങ്ങിന് അയക്കപ്പെടുന്നു. തുടർന്ന് പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് ഇഷാൻ കിഷാൻ്റെ സംഹാര താണ്ഡവമാണ്. അക്ഷരാർത്ഥത്തിൽ സംഹാര താണ്ഡവമാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് വേണ്ടി ഇഷാൻ കിഷൻ പിന്നീട് അങ്ങോട്ടേക്ക് ആഞ്ഞടിച്ചു. വെറും 40 പന്തിൽ 77 റൺസ് അടിച്ചുകൂട്ടിയ കിഷാൻ്റെ പ്രകടനം ഇന്ത്യൻ ഇന്നിങ്സിൽ കരുത്തു പകർന്നു. ഇന്ത്യ അങ്ങനെ നിശ്ചിത 20 ഓവറിൽ 175 റൺസ് എന്ന ഒരു അത്യാവശ്യം അടിപൊളി സ്കോറിലേക്ക് വെറും 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ എത്തിച്ചേർന്നു. പിന്നീട് നമ്മൾ അങ്ങോട്ടേക്ക് കാണുന്നത് ഇന്ത്യയുടെ ബൗളിംഗ് നിരയുടെ ഒരു കടന്നാക്രമണമാണ് പാകിസ്ഥാനെതിരെ. വെറും 176 റൺസ് എന്ന വിജയിക്കാവുന്ന ഒരു വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പാകിസ്ഥാനെ പിന്നീട് അങ്ങോട്ടേക്ക് ഇന്ത്യൻ ബൗളർമാർ വരിഞ്ഞു മുറുക്കി. ജസ്പ്രീത് ബുംറ, ഹർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, വരുൺ ചക്രവർത്തി എല്ലാവരും കൂടിയ പാകിസ്ഥാനെ അങ്ങ് മേഞ്ഞു. പിന്നെ പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പാക് ബാറ്റിംഗ് നിരയിൽ ഉസ്മാൻ ഖാൻ 44 റൺസ് ഒഴികെ മറ്റാർക്കും പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. 18 ഓവറിൽ വെറും 114 റൺസിന് പാകിസ്ഥാൻ എല്ലാവരും കൂടാരത്തിലേക്ക് മടങ്ങി. അതെ, ഇതൊരു ചരിത്ര വിജയമാണ് ഇന്ത്യയുടെ. ഈ വിജയത്തോടുകൂടി T20 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ റെക്കോർഡ് അത് വീണ്ടും റെക്കോർഡായി മാറിയിരിക്കുന്നു. അതെ, 8-1 എന്ന ഒരു റെക്കോർഡിലേക്ക് ഇന്ത്യ ഉയരുന്നു. കൂടാതെ ഗ്രൂപ്പ് എയിൽ നിന്ന് 3 തുടർച്ചയായ വിജയങ്ങളോടെ ഇന്ത്യ സൂപ്പർ 8ലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി മാറുന്നു. കൂടുതൽ കളിയുടെ വിശദാംശങ്ങൾ നമ്മൾക്ക് നോക്കാം. ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യയാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ഇന്ത്യയുടെ ഓപ്പണിങ്ങിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അസുഖത്തെ തുടർന്ന് ഒഴിവിലായിരുന്ന അഭിഷേക് ശർമ്മ തിരിച്ചെത്തി. സഞ്ജു സാംസൺ റീപ്ലേസ് ചെയ്യപ്പെടുന്നു. തുടർന്ന് ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് സംഭവിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ ഇഷാൻ കിഷൻ 77 റൺസ് അതിവേഗം ഉയർത്തി ടീമിനെ മുന്നിലേക്ക് നയിക്കുന്നു. എന്നാൽ ഇപ്രാവശ്യവും അഭിഷേക് ശർമ്മ നിരാശപ്പെടുത്തി. അദ്ദേഹം ഡെക്കിന് ഔട്ടായി. തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് അങ്ങനെ നഷ്ടമായി. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് വന്ന ബാറ്റർമാരെല്ലാവരും തന്നെ മെച്ചപ്പെട്ട പ്രകടനം തന്നെ കാഴ്ചവെച്ചു. അതിൽ തന്നെ തിലക് വർമ്മ 25 റൺസ്, സൂര്യകുമാർ യാദവ് 32 റൺസ്, ശിവം ദൂബെ 27 റൺസ് എന്നിവരാണ് ഇന്ത്യക്ക് വേണ്ടി പ്രധാനമായിട്ടും സ്കോറിംഗ് കണ്ടെത്തിയത്. ഹർദിക് പാണ്ഡ്യ നിരാശപ്പെടുത്തി. അദ്ദേഹം 0 ഔട്ടായി. റിങ്കു സിംഗ് അവസാന നിമിഷം ആളിക്കത്തി ടീമിൻ്റെ റൺസിലേക്ക് കൂടുതൽ സ്കോറിംഗ് ഉയർത്തി. അദ്ദേഹം 11 റൺസ് എടുത്തു. അവസാനത്തെ 6 അടിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്കോറിംഗ് ഉയർത്തിയത്. അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ 0 ഔട്ടായി. പാകിസ്ഥാൻ്റെ ബൗളിംഗ് നോക്കുകയാണെങ്കിൽ മിസ്റ്ററി സ്പിന്നർ എന്ന നിലയിൽ ഇന്ത്യയെ വിറപ്പിക്കും എന്ന രീതിയിൽ വന്ന ഉസ്മാൻ താരിഖിന് കാര്യമായി ഒന്നും തന്നെ ഇന്ത്യയെ ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് വെറും ഒരു വിക്കറ്റ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ 24 റൺസിന്. അതും തന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ വിക്കറ്റാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നുള്ളത് തികച്ചും യാദൃശ്ചികമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സൂര്യകുമാർ യാദവിൻ്റെ ഹൗ ടു അറ്റാക്ക് ഉസ്മാൻ താരിഖ് എന്നുള്ളൊരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം. പക്ഷേ യാദൃശ്ചികം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് താരിഖ് തന്നെ വീഴ്ത്തുന്നു. കൂടുതൽ അവസരങ്ങളൊന്നും വിക്കറ്റുകളൊന്നും ഇന്ത്യക്കെതിരെ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചില്ല. പാകിസ്ഥാൻ നിരയിൽ 3 വിക്കറ്റ് വീഴ്ത്തിയ സലീം അയ്യൂബാണ് 3 വിക്കറ്റ് വീഴ്ത്തിയത്. ബാക്കി ആഗ, അഫ്രീദി എന്നിവരെല്ലാം ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. തുടർന്ന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ പാകിസ്ഥാനിലെ നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. കംപ്ലീറ്റ് കൊളാപ്സ്. അൺനെസസറിയായി ഇന്ത്യൻ കളിക്കാനറിയാതെ ഷോട്ട്സ് കളിച്ച് ഇന്ത്യൻ ബോളർമാരുടെ മുമ്പിൽ അടിതെറ്റുന്ന പാകിസ്ഥാൻ ടീമിനെയാണ് കാണുന്നത്. ആദ്യത്തെ 3 ബാറ്റർമാരും
പെട്ടെന്ന് തന്നെ കൂടാരം കയറുന്നു. അവർ 25 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ വളരെ വളരെ മിസറബിളി കൂപ്പുകുത്തുന്ന ഒരവസ്ഥയായിരുന്നു. ആദ്യത്തെ സ്ട്രൈക്ക് കൊടുക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി ബോളിങ്ങിൽ ഓപ്പൺ ചെയ്ത് ഹർദിക് പാണ്ഡ്യയാണ്. ഹർദിക് പാണ്ഡ്യയുടെ ആദ്യ ഓവറിലെ 4ാമത്തെ പന്തിൽ തന്നെ അദ്ദേഹം ഫർഹാൻ്റെ വിക്കറ്റ് വീഴ്ത്തുന്നു, ക്യാച്ച് എടുത്ത് ഔട്ടാവുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് വീണ്ടും തുടരെ 2 വിക്കറ്റുകൾ നഷ്ടമാകുന്നു. അതിൽ തന്നെ 2ാമത്തെ ഓവർ എറിയാനെത്തിയ ജസ്പ്രീത് ബുംറ അദ്ദേഹം ഒരു ഓവറിൽ തന്നെ 2 വിക്കറ്റ് എടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ വിക്കറ്റ് തന്നെ അതിവേഗമായ മാരക സ്പീഡിൽ വന്ന ഒരു ബോളിൽ യോർക്കറായിരുന്നു. പണ്ടത്തെ ബുംറയുടെ യോർക്കർ, 2ാമത്തെ വിക്കറ്റ് തെറിക്കുന്നു. അതേ ഓവറിൽ തന്നെ ലാസ്റ്റ് ബോളിൽ വീണ്ടും ബുംറയ്ക്ക് ഒരു വിക്കറ്റ് കൂടി ലഭിക്കുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് പാകിസ്ഥാന് ഒരു തരത്തിലും കരകയറാനായിട്ട് സാധിക്കുന്നില്ല. കീപ്പറായിട്ടുള്ള ഉസ്മാൻ ഖാൻ മാത്രമേ 44 റൺസ് എടുത്തിട്ടുള്ളൂ. ബാക്കി ആർക്കും തന്നെ യാതൊരു തരത്തിലുള്ള ചലനവും ടീമിൻ്റെ സ്കോർ ബോർഡിൽ ഉണർത്താനായിട്ട് സാധിച്ചില്ല. കൂടുതൽ കളിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് 3-4 ക്യാച്ചസ് ഇന്ത്യ മിസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത കളികളിലൊക്കെ ഇന്ത്യ ഫീൽഡിങ്ങിലും ക്യാച്ചസിലും കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു സന്ദേശം കൂടി നമ്മൾ ഈ കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സഞ്ജു സാംസന് ഇതിലും അവസരം ലഭിച്ചില്ല. പിന്നെ അങ്ങോട്ടേക്കും സാധ്യത ലഭിക്കാനുള്ള അവസരം വളരെ കുറവാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാനെ 100 റൺസിന് താഴെ ഓൾ ഔട്ട് ആക്കാനുള്ള ഒരു അവസരം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ അവസാനം കുറച്ച് പരീക്ഷണങ്ങൾക്കും റിങ്കു സിങ്ങിനെ കൊണ്ടൊക്കെ ബോൾ ചെയ്യിപ്പിക്കുന്നു. എന്തു തന്നെയായാലും ഇന്ത്യയുടെ വിജയം അതൊരു വിജയം തന്നെയാണ്. പക്ഷേ വേണമെങ്കിൽ 100 റൺസിന് പാകിസ്ഥാനെ ഔട്ടാക്കാനുള്ള ഒരു സാധ്യത ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് ദൗർഭാഗ്യവശാൽ സാധിച്ചില്ല. പിന്നീട് അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ എന്താണെങ്കിലും പാകിസ്ഥാനെ ഒന്നും പറയാനില്ല, തകർത്ത് തരിപ്പളമാക്കി. ഇതിലും ഭേദം കളിക്കാതിരിക്കുന്നതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതെ, ഇന്ത്യക്ക് വേൾഡ് കപ്പിൽ കളിക്കില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ വീണ്ടും അത് ഇന്ത്യക്ക് മാത്രമെതിരെ കളിക്കില്ല എന്നൊക്കെ പറയുന്നു, പിന്മാറുമെന്ന് പറയുന്നു. അവസാനം പാകിസ്ഥാൻ മാന്യമായി കളിക്കുന്നു, മാന്യമായി തോൽക്കുന്നു. എന്തായാലും നല്ല ഒരു മത്സരം, ഫൈറ്റിംഗ് മാച്ച് പ്രതീക്ഷിച്ച ഒരു ഇന്ത്യ പാകിസ്ഥാൻ റിവാൾറി മത്സരം നമ്മൾ പ്രതീക്ഷിച്ചു. എങ്കിലും പാകിസ്ഥാന് അങ്ങനെ ഒരു റിവാൾറി ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. വലിയൊരു നാണക്കേടിൻ്റെ റെക്കോർഡോടുകൂടി 8-1 എന്ന നാണക്കേടിൻ്റെ റെക്കോർഡോടുകൂടി തീർത്തും പാകിസ്ഥാൻ ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഇന്ത്യയുടെ അടുത്ത മാച്ച് നെതർലാൻഡ്സിനെതിരെയാണ് ഈ വരുന്ന 18-ാം തീയതി. എന്തായാലും ടീം ഇന്ത്യ ഓൾ ദ ബെസ്റ്റ്. ടീം ഇന്ത്യ കപ്പെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക്സ് ഫോർ വാച്ചിങ്.